രാഹുൽ ഗാന്ധിയുടെ നിഴലായി നടന്നതാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ സ്വപ്നം കണ്ടു ഒരു നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമെന്ന്. രാഹുൽ ഗാന്ധിക്ക് വേണ്ട എല്ലാ ആശയ പിന്തുണയും കൊടുത്തത് കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു. കേരളത്തിൽ ഒരു ഇലക്ഷൻ വന്നപ്പോൾ അതിനു വേണ്ട എല്ലാ ഫണ്ടിങ്ങും ക്രോഡീകരിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തത് കെ സി വേണുഗോപാലാണ്. ഒരു മുഖ്യമന്ത്രി കസേര കേരളത്തിൽ കിട്ടുമെന്ന് കെ സി വേണുഗോപാൽ വിചാരിച്ചു. കാരണം കേന്ദ്രത്തിൽ ഇനി എന്ന് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഒരു നിശ്ചയവും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അവിടെയും കെ സി വേണുഗോപാലിനെ തഴയുകയല്ലേ ചെയ്തത് കോൺഗ്രസ്. ഇനിയും കെ സി വേണുഗോപാൽ ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുമോ? ബി ജെ പി ചേരേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, കെ സി വേണുഗോപാൽ ബി ജെ പി ചേരുവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രിയൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഈ അഹമ്മദ് പട്ടേൽ മരിച്ചതിന് ശേഷം പാർട്ടിയുടെ സംഘടനാ ചുമതലയും സോണിയ ഗാന്ധി കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തു വന്നത് കെ സി വേണുഗോപാലാണ്. മാത്രവുമല്ല, കെ സി വേണുഗോപാലിന് വേറൊരു ഗുണമുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി കുടുംബത്തേക്കാൾ താൻ മേലെ അല്ല എന്നുള്ള കാര്യം അവരെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ കെ സി വേണുഗോപാൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തനിക്ക് വിശ്വസ്തരാണ് എന്നും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലാണ് ഉത്തമൻ എന്നും തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും അധികാരം കൊടുത്തുകൊണ്ടുള്ളൊരു പദവി ഇദ്ദേഹത്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കും 1 കോടി തുടങ്ങി 3 കോടി വരെയുള്ള പണം കെ സി വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നില്ല. എല്ലാവരും ലാവിഷായിട്ട് തന്നെ പണം ചെലവാക്കി. മാത്രവുമല്ല, ഏതാണ്ട് ചാണ്ടി ഉമ്മൻ തനിക്ക് കിട്ടിയ 1 കോടി രൂപയിൽ നിന്ന് 74 ലക്ഷം രൂപ സാമൂഹ്യ പ്രവർത്തനത്തിന് മാറ്റിവെച്ച് 24 ലക്ഷം രൂപയെ താൻ ചെലവാക്കിയുള്ളതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പണം കൊടുത്തുക എന്നുള്ള കാര്യം നിർവഹിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും ഒക്കെ പിരിച്ചുണ്ടാക്കിയ പൈസയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും അതൊക്കെ വന്ന് അതിലേറ്റവും രസകരമായൊരു കാര്യമുള്ളത് എന്താണെന്നറിയാമോ? ഈ എം എൽ എമാരിൽ ഭൂരിപക്ഷവും ഇപ്പോഴും കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്. അതെ. അപ്പോൾ നിയമസഭാ കക്ഷിയിൽ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാത്ത നേതാവാണ് വി ഡി സതീശൻ. അത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. കാരണം ഏത് നേതാവിനും പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം വേണം മുഖ്യമന്ത്രിയാവുന്ന ആൾക്ക്. കരുണാകരനുണ്ടായിരുന്നു, ആന്റണിക്കുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അവർക്ക് ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷമാണ് എലിജിബിലിറ്റി നിശ്ചയിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കണം. അവർ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ്. അവരൊരു കാരണവശാലും വി ഡി സതീശനെ തിരഞ്ഞെടുത്തിരുന്നില്ല. പക്ഷെ വി ഡി സതീശന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു വൻ സംഘമുണ്ട്. അവർ വിശേഷിച്ചും ഇസ്ലാമിസ്റ്റുകളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, PDP, പിന്നെ SDPI, മുസ്ലിം ലീഗ് തുടങ്ങി. മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വേറൊരു പതിപ്പാണ്. അതായത് മുസ്ലിം ലീഗ് ഒരു വ്യത്യസ്ത രാഷ്ട്രീയമൊന്നല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു എക്സ്റ്റൻഡഡ് ഫോമിലേക്ക് മുസ്ലിം ലീഗ് എത്തി എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാസപരിണാമം. മുസ്ലിം ലീഗിൻ്റെ രാസപരിണാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് പഴയതിൽ നിന്നും വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചെറിയ എക്സ്റ്റൻഡഡ് രൂപമായിട്ടത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചത് വി ഡി സതീശൻ വരണമെന്നാണ്. വി ഡി സതീശൻ വരണം എന്നുള്ളത് കേരള കോൺഗ്രസുകളുടെയോ RSPയുടെയോ തീരുമാനമല്ല. വി ഡി സതീശൻ വരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിച്ചത് മുസ്ലിം സംഘടനകളാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശൻ പറയുകയും ജമാഅത്തെ ഇസ്ലാമി അതിനെ തള്ളിപ്പറയുകയും ചെയ്തു.
അതിനവരുണ്ടാക്കിയ ഒരു നിർമ്മിതിയുണ്ട്, വാർത്താ നിർമ്മിതി. എന്താണ് ആ വാർത്താ നിർമ്മിതി? ആ വാർത്താ നിർമ്മിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജനവികാരം പിണറായിക്കെതിരാണെന്നാണ്. ആൻറ്റി പിണറായി ട്രെൻഡാണ് നിലനിൽക്കുന്നത്. പിണറായി വിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടാൻ കാരണം എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ സതീശന് വേണ്ടി, സതീശൻ ന്യൂനപക്ഷമാണ്, സതീശന് ഭൂരിപക്ഷം പാർലമെൻ്ററി പാർട്ടിയിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ നേരെ തിരിച്ചിട്ട് പറഞ്ഞു, ജനവികാരം സതീശന് അനുകൂലമാണ്, അതുകൊണ്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇങ്ങനെ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു രാജ്യമുണ്ട് തൊട്ടടുത്ത്, ബംഗ്ലാദേശ്. അവിടെയും ജനവികാരമാണ് ഉപയോഗിച്ചത്. ജനവികാരം ഇതിങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് മറ്റേ ഷേഖ് ഹസീന മാറണം എന്നാണ് പറഞ്ഞത്. ജനവികാരം എങ്ങനെയാണെന്ന് 1000-ൽ താഴെ പേര് വരുന്ന അവർ ഈ സോഷ്യൽ മീഡിയയും തെരുവിലും മാനേജ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു വ്യാജ നിർമ്മിതിയായിരുന്നു ജനവികാരം. അതൊരിക്കലും വസ്തുതയുമായി പൊരുത്തപ്പെട്ടു പോയിരുന്ന ഒന്നേ ആയിരുന്നില്ല. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. അല്ലെങ്കിൽ ജനവികാരം അളന്ന് തിട്ടപ്പെടുത്താൻ ഇവരുടെ അടുത്ത് എന്ത് എക്യുപ്മെൻ്റ് ഉണ്ട്? നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷമാണ് പ്രശ്നം. ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നവർ ജയിക്കും. ആ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന എല്ലാവർക്കും ജനവികാര അനുകൂലമാണ് എന്നല്ല, ഭൂരിപക്ഷം കിട്ടി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരാൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷവും ജനവികാരവും തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടാകണമെന്നില്ല ഡയറക്റ്റായിട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നൊരു സംവിധാനം ഇല്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ബോധ്യമായല്ലോ, അതെ, അവർക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഈ ജനവികാരം എവിടെ പോയി? അപ്പോൾ ജനവികാരം എന്ന് പറയുന്നത് ഒരു ഫാൾസ് നരേറ്റീവാണത്. അത് ഉണ്ടാക്കിയെടുക്കുകയാണ്, വ്യാജ നിർമ്മിതിയാണത്, തെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് തന്നെയാണ് ഇവർ ആദ്യം പറഞ്ഞത്, ജനവികാരം പിണറായിക്കെതിരെ. പിണറായിക്ക് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. കാരണം 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ ജനങ്ങൾക്ക് മടുപ്പുണ്ടായി. മാത്രവുമല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങളുണ്ടായി. പിണറായി മാത്രമല്ല, പാർട്ടിക്കാരും മന്ത്രിമാരും എല്ലാവരും തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഇതേ ഞങ്ങൾ നല്ല കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ ദുർബലരായിപ്പോയി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് ജനവികാരം ഉപയോഗിക്കുന്നു. ജനവികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്, ജനവികാരമുണ്ട്, ആ ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമാകണം എന്നാണ് പറയുന്നത്. ആർക്കനുകൂലമാണ്? വി ഡി സതീശൻ അനുകൂലമാണെന്ന് ആര് പറഞ്ഞു? വി ഡി സതീശനും ഈ മുസ്ലിം ഗ്രൂപ്പുകളും ഒരുമിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പുകൾ ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ മാത്രവുമല്ല, എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്ന് കഴിഞ്ഞാലേ കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ വെറും തെറ്റിദ്ധാരണയാണ്. ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ 44-45 സീറ്റിനപ്പുറത്തേക്ക് ജയിക്കാൻ സാധ്യമല്ല, ഒരു കാരണവശാലും സാധ്യമല്ല. അത്രയേ അവർക്ക് അതിനകത്ത് ഈ ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഭൂരിപക്ഷമുള്ളൂ മൈനോറിറ്റികൾക്ക്. ആ മൈനോറിറ്റി ഭൂരിപക്ഷമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഇത് പുതുപ്പള്ളിയാണ്. 63% ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ് പുതുപ്പള്ളി. 50,000-ലേറെ വോട്ട് ചാണ്ടി ഉമ്മന് കിട്ടുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ 50,000-ലേറെ വോട്ട്. അല്ല, അത് അവിടെ അത്രയും ഉണ്ട്. അവിടെ പിന്നെ മറ്റുള്ളവർ നിന്നിട്ട് കാര്യമില്ല. ക്രിസ്ത്യൻ എത്രയോ കാലമായിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായ കാലം തുടങ്ങി അവിടെ ക്രിസ്ത്യാനികൾ മാത്രം ജയിക്കുകയാണ്. അതിലൊരു പുതിയ നരേറ്റീവ് വേറെ കൊണ്ടുവരും. അതെന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മെജോറിറ്റി ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ ജയിക്കുന്നതും, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ജയിക്കുന്നതും ജനാധിപത്യ രീതിയാണ്, നല്ല രീതിയാണ്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ ജയിക്കുന്നത് ജനാധിപത്യ രീതി അല്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജയിക്കുന്നതാണ് ജനാധിപത്യം എന്നാണ് പുതിയ നരേറ്റീവ്.
അല്ല, ഇപ്പോൾ പറയുന്നുണ്ട്, മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, ആ. ഇപ്പോഴുള്ള മതേതരത്വ വോട്ടുകൾ കൊണ്ട് ജയിച്ച സർക്കാരാണ് ഇപ്പോഴുള്ളത്. അതെങ്ങനെയാണ് മതേതരത്വ വോട്ട് കൊണ്ട്? മുസ്ലിം ലീഗ് മതേതരത്വ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്? അല്ല. അല്ലല്ലോ. മുസ്ലിം ലീഗ് ജയിച്ച 22 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ജയിച്ചത് മതേതരത്വ വോട്ട് കൊണ്ടല്ല. കേരള കോൺഗ്രസുകൾ ജയിച്ചത് മതേതരത്വ വോട്ട് കൊണ്ടാണോ? അല്ലല്ലോ. കോൺഗ്രസിലുള്ള ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചത് മതേതരത്വ വോട്ട് കൊണ്ടാണ്. എന്തിനാണ് ഇവർ ഈ മതേതരത്വ വോട്ട് എന്ന് പറയുന്നത്? അത് ഇങ്ങനെ ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതാ ഒരു മതേതരത്വം. ഇത് മതേതരത്വമല്ല, 100% മതത്തെ അടിസ്ഥാനമാക്കി നടന്ന തെരഞ്ഞെടുപ്പാണ്. അല്ലാണ്ട് മതേതരത്വ തെരഞ്ഞെടുപ്പല്ല. മറിച്ച് പറയുന്നത് തെറ്റാണ് ഇവർ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന ആ നിമിഷം തുടങ്ങി ജാതിയും മതവും പരിഗണിച്ചു കൊടുക്കുക. ഇവർ തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നരേറ്റീവ്സ് ഉണ്ടാക്കുമ്പോൾ പറയുന്നത് എന്താണ്? അവിടെ ഇത്ര നായർ വോട്ടുണ്ട്, ഇത്ര ഈഴവ വോട്ടുണ്ട്, ഇത്ര ധീവര വോട്ടുണ്ട്, ഇത്ര ക്രിസ്ത്യൻ വോട്ടുണ്ട്, ഇത്ര മുസ്ലിം വോട്ടുണ്ടെന്നാണ്. സെക്കുലർ വോട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഈ പറയുന്ന? ഇതൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ആ നരേറ്റീവ് ഉണ്ടാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത നരേറ്റീവിലേക്ക് കടന്ന് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഏത് സമയത്തും BJPയിലേക്ക് പോകാൻ ഇടയുണ്ട് എന്നുള്ളത് ഇവരുടെ നരേറ്റീവാണ്. ഇവർ സൃഷ്ടിച്ചിരിക്കുന്ന നരേറ്റീവാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയെ കൺസോൾഡേറ്റ് ചെയ്യിപ്പിച്ച് സതീശൻ്റെ പിന്നിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഗൂഢ ബുദ്ധിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഇത് പോകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. സർ, പക്ഷേ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. അത് വി ഡി സതീശൻ്റെ വിധിയായിരിക്കാം. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനവും കിട്ടിയില്ല, കേരളത്തിൽ ഇനി എന്താവുമെന്ന് പോലും അറിയില്ല, MLA-മാരുടെ പിന്തുണയുണ്ട്. KC വേണുഗോപാലിൻ്റെ ഭാവി എന്താവും? അല്ല, KC വേണുഗോപാൽ ഇപ്പോൾ ഉള്ളത് എന്താണോ അത്രയും തന്നെ ആയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലും കാശ് പിരിച്ചു കൊടുത്ത് ഇവരെയൊക്കെ ജയിപ്പിക്കുക. അപ്പോഴും വേറൊരു നരേറ്റീവ് വരും. അപ്പോൾ ഇയാൾക്ക് കിട്ടാതിരിക്കും. ഇപ്പോൾ ഉള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയായിട്ട് പാർലമെന്റിൽ സ്വൈരമായി പാർലമെന്റ് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. പക്ഷേ ഈ PAC-യിൽ വരുന്ന ആൾക്കാർക്കെല്ലാം ഭരണപക്ഷവുമായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ടാവും. പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ. അങ്ങനെ വരുന്നവർ പലപ്പോഴും BJP-ആയിട്ട് അടുക്കാറുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത KC വേണുഗോപാലിനുണ്ടോ? ഇല്ല, PAC-യിൽ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ വന്ന ഒരു ഭരണകക്ഷിയുമായിട്ട് അവിടെ അടുത്ത് നിൽക്കും. കുറെ കാലം നമ്മുടെ KV തോമസ് ഇതായിരുന്നില്ലേ? അതെ. പക്ഷെ എന്നിട്ട് അദ്ദേഹം BJP-യിലേക്ക് വന്നില്ലല്ലോ. ഇല്ല. പക്ഷേ KC-ക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റില്ല. KC അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുന്നില്ല. പക്ഷേ KC-യുടെ രാഷ്ട്രീയ ഭാവി സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അവിടെ തന്നെ നിൽക്കേണ്ടി വരും. മറ്റൊരു സാധ്യതയില്ല. ഇനി ഖാർഗെക്ക് ശേഷം ഒരു അധ്യക്ഷ സ്ഥാനം കൊടുക്കുമോ? അതിനുള്ള സാധ്യത അത് കിട്ടിയിട്ട് വലിയ കാര്യമില്ലല്ലോ. ഇപ്പം ഖാർഗെ തന്നെ അത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സോണിയ, പപ്പു മോൻ, പിങ്കി മോൾ. സോണിയാജി, പപ്പു മോൻ, പിങ്കി മോൾ ഹൈക്കമാൻഡ്. ഇത് KC-യുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, അവരാണ് ഹൈക്കമാൻഡ്, താനല്ല എന്നുള്ള കാര്യം KC-ക്ക് അറിയാം. KC അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അത് ഈ പണ്ട് ഇതുണ്ടല്ലോ, ഈ നമ്പൂരിയുടെ പിന്നാലെ നടക്കുന്ന രാമൻ നായരെ പോലെ KC-ക്ക് ഇങ്ങനെ നടക്കേണ്ടി വരും.